എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം. കേരള യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ ഒരു ഡിഗ്രി പ്രവേശനം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഇതുവരെ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കാത്ത വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിനുള്ള അപേക്ഷ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായും ന്യൂ ആപ്ലിക്കേഷൻ എഡിറ്റിംഗ്, അതുപോലെ തന്നെ ഓപ്ഷൻ ചേഞ്ച് എല്ലാത്തിനും ഇപ്പോൾ നിങ്ങൾക്ക് അവസരമുണ്ടെന്നുള്ളത് ഓർത്തിരിക്കാം. വിശദമായ വാർത്തയിലേക്ക് തന്നെ കിടക്കാം. ആദ്യമായി ടീച്ചർ കാണുന്ന വിദ്യാർത്ഥി ഉണ്ടെങ്കിൽ തീർച്ചയായും മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കാം. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് നോട്ടിഫിക്കേഷൻ ബെല്ലേക്കുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നതിന് തീർച്ചയായും ലൈക്കും കൂടി ചെയ്തത് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം. അതുപോലെ നമ്മുടെ ചാനലിൻ്റെ വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യാൻ ലിങ്ക് നിങ്ങൾക്ക് വീഡിയോയ്ക്ക് തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് തന്നെ വളരെ പ്രധാനമറിയിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം. കേരള യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ ഒരു ഡിഗ്രി പ്രവേശനം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ ഇനിയും അപേക്ഷ സമർപ്പിച്ചിട്ടില്ലെങ്കിൽ ഇപ്പോൾ ഇന്നലെ +2 റീവാലുവേഷൻ റിസൾട്ട് വന്നു. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്കെല്ലാം ഇതുവരെ അപേക്ഷ സമർപ്പിക്കാൻ കഴിയാതെ പോയ വിദ്യാർത്ഥികൾക്ക് കേരള യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ ഒരു ഡിഗ്രി പ്രവേശനം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഇതുവരെ രജിസ്റ്റർ ചെയ്യാൻ സാധിച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾക്കിപ്പോൾ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് അപേക്ഷിക്കാൻ സാധിക്കുമെന്നുള്ളത് പ്രധാനമായും വിദ്യാർത്ഥിനികൾ ശ്രദ്ധിക്കേണ്ട ഒരു വസ്തുത തന്നെയാണ്. നിങ്ങൾക്ക് കേരള യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ ഒരു ഡിഗ്രി പ്രവേശനം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഇപ്പോൾ ഇതിന് അപ്ലൈ ചെയ്യാനുള്ള അവസരമുണ്ടെന്നുള്ളത് പ്രിയ വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ടത്. കേരള യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ ഒരു ഡിഗ്രി പ്രവേശനം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മറക്കണ്ട നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യാം എന്നുള്ളത് പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപേക്ഷ ആരംഭിച്ചിട്ടുണ്ട്. ന്യൂ രജിസ്ട്രേഷൻ എന്ന ലിങ്ക് വഴി നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ക്രിയേറ്റ് ചെയ്യും. ബാക്കി നിങ്ങളുടെ പ്രൊഫൈലിലേക്ക് ലോഗിൻ ചെയ്ത് മറ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്തുകൊണ്ട് നിങ്ങളുടെ അപേക്ഷ മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്കിപ്പോൾ സാധിക്കും എന്നുള്ളത് പ്രധാനമായും ശ്രദ്ധിക്കേണ്ട വിഷയം തന്നെയാണെന്നുള്ളത് ഓർത്തിരിക്കേണ്ടതാണ്. ഇനി ഓപ്ഷൻ എഡിറ്റിങ്ങിനും മറ്റു കാര്യങ്ങൾക്കെല്ലാം ഇപ്പോൾ നിങ്ങൾക്ക് അവസരമുണ്ട്. നിങ്ങളുടെ നിലവിൽ വെച്ചിരിക്കുന്ന ഓപ്ഷൻ മാറ്റാം. മറ്റു കാര്യങ്ങളെല്ലാം അപേക്ഷയിൽ എന്തെങ്കിലും തരത്തിലുള്ള എഡിറ്റിങ്ങോ കാര്യങ്ങളോ ഒക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ, അപേക്ഷയിൽ എന്തെങ്കിലും തരത്തിലുള്ള തെറ്റുകുറ്റങ്ങൾ കടന്നുകൂടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്കത് ഇപ്പോൾ എഡിറ്റ് ചെയ്ത് മാറ്റാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ പ്രിയ വിദ്യാർത്ഥികൾ, രണ്ടാമത്തെ അലോട്ട്മെൻറ്റ്, സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്നപ്പോൾ അഭിമുഖീകരിച്ചൊരു പ്രശ്നം തന്നെയാണ് തേർഡ് അലോട്ട്മെൻറ്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ. കേരള യൂണിവേഴ്സിറ്റിക്ക് ഒരു തേർഡ് അലോട്ട്മെൻറ്റ് ഇല്ലാത്തത് കൊണ്ട് തന്നെ എന്ത് ചെയ്യേണ്ടി വന്നു? രണ്ടാം അലോട്ട്മെൻറ്റിൽ കിട്ടിയ സീറ്റ് വിദ്യാർത്ഥികൾ എന്ത് ചെയ്യേണ്ടി വന്നു? ഇഷ്ടപ്പെട്ടാലും ശരി, ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നിങ്ങൾ സ്വീകരിക്കേണ്ടി വന്നു. ഇപ്പം അങ്ങനെയാണല്ലോ വസ്തുത. ഇപ്പം നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് കിട്ടിയപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് ടെമ്പററി ആയിട്ട് ജോയിൻ ചെയ്യാം. പക്ഷേ സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് തേർഡ് അലോട്ട്മെൻറ്റ് ഇല്ലാത്തത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോളേജ് ആണെങ്കിലും ശരി, ഇഷ്ടപ്പെടാത്ത കോഴ്സാണെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വന്നു? നിർബന്ധമായിട്ടും നിങ്ങൾ അവിടെ പ്രവേശനം സ്വീകരിക്കേണ്ടി വന്നു. അതല്ലേ അതിൻ്റെ ശരിയുള്ളത്. അപ്പോൾ നിങ്ങൾക്കും ഇപ്പോൾ പുതിയൊരു അപേക്ഷ സമർപ്പിക്കാം. നിങ്ങൾ കോളേജിൽ പെർമനൻ്റ് അഡ്മിഷൻ എടുത്ത ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ വിദ്യാർത്ഥിനി, കോളേജിൽ സ്ഥിരമായി പ്രവേശനം നേടിയ ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ വിദ്യാർത്ഥിനി ആണെങ്കിൽ പോലും നിങ്ങൾക്കും ഇപ്പോൾ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുമെന്നുള്ളത് പ്രധാനമായും ശ്രദ്ധിക്കേണ്ട വിഷയവും വസ്തുത തന്നെയാണ്. അതിപ്പം നിങ്ങൾ കോളേജിൽ പെർമനൻ്റ് അഡ്മിഷനാണ് എടുത്തത്, അങ്ങനെയെങ്കിൽ നിങ്ങളിപ്പോൾ കോളേജിൽ പ്രവേശനം നേടി. അപ്പോൾ പല വിദ്യാർത്ഥികൾക്കും ഉണ്ടാകുന്ന ഒരു സംശയമാണ്, സാർ ഇതുവരെ അപേക്ഷിക്കാൻ സാധിക്കാത്തവർക്ക് അല്ലെങ്കിൽ അപേക്ഷയിൽ എഡിറ്റ് വന്നത് മൂലം ഫസ്റ്റ് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ പരിഗണിക്കപ്പെടാതെ പോയവർക്കല്ലേ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ്? ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിർബന്ധമുള്ളത് +1 അലോട്ട്മെൻറ്റ് സമയത്ത്. നിങ്ങളുടെ +1 അലോട്ട്മെൻറ്റ് സമയത്ത് അപേക്ഷ തെറ്റു വന്നവർക്കാണ് അവസരം തരുന്നത്. അലോട്ട്മെൻറ്റ് കിട്ടിയ കുട്ടികൾക്ക് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് അപേക്ഷിക്കാൻ സാധിക്കില്ല. അതൊക്കെ +1-ൽ കുറച്ച് നിയമങ്ങളും കാര്യങ്ങളൊക്കെ കൂടുതലുണ്ട്. പക്ഷേ ഡിഗ്രി ലെവലിലേക്ക് വരുമ്പോൾ അങ്ങനെയല്ല. നിങ്ങൾ ഇപ്പോൾ കേരള യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ ഒരു ഡിഗ്രി പ്രവേശനം നേടി ഏതെങ്കിലും കോളേജുകളിൽ ഏതെങ്കിലും കോഴ്സുകളിൽ സ്ഥിര പ്രവേശനം നേടി ജൂലൈ മാസം 1-ാം തീയതി ഇന്നലെ ക്ലാസ്സുകൾ ആരംഭിച്ചു. ക്ലാസ്സിന് പോകാൻ തുടങ്ങിയ ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങൾക്കും സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് പുതിയ അപേക്ഷ സമർപ്പിക്കാം. അത് നിങ്ങൾക്കും എന്ത് ചെയ്യാം? സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് പുതിയ അപേക്ഷ സമർപ്പിക്കാം എന്നുള്ളത് പ്രിയ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്. നിങ്ങളിപ്പോൾ പ്രവേശനം നേടിയ ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ പോലും നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കുക. എല്ലാ തരത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കും അപേക്ഷ. നിങ്ങൾ അലോട്ട്മെൻറ്റ് ലഭിച്ച് പഠനം നടത്തുന്ന ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ, നിങ്ങൾ അലോട്ട്മെൻറ്റ് ലഭിച്ച് പഠനം നടത്തുന്ന ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ, അല്ലെങ്കിൽ കിട്ടിയ സീറ്റ് കളഞ്ഞ വിദ്യാർത്ഥിയാണ്, ഇപ്പം കിട്ടിയ സീറ്റ് ഫീസ് അടയ്ക്കാത്തത് കാരണമോ അല്ലെങ്കിൽ കോളേജിൽ പ്രവേശനം നേടാത്തത് കാരണമോ നിങ്ങൾ അലോട്ട്മെൻറ്റിൽ നിന്ന് ഔട്ടായി പോയവരാണെങ്കിൽ നിങ്ങൾക്കും അപേക്ഷിക്കാം. ഇതുവരെ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കാത്തവർക്ക് അപേക്ഷിക്കാം. അപേക്ഷയിൽ എന്തെങ്കിലും തെറ്റ് കാരണം അലോട്ട്മെൻറ്റിൽ പരിഗണിക്കപ്പെടാതെ പോയവർക്കും അപേക്ഷിക്കാം. ഇങ്ങനെ എല്ലാ തരത്തിലും, പറഞ്ഞ് ഞാൻ ഒന്നുകൂടെ പറയാം. ഇതുവരെ അപേക്ഷ സമർപ്പിച്ചിട്ടില്ല. ഇപ്പോൾ ഇന്നലെയാണ് +2 റീവാലുവേഷൻ റിസൾട്ട് വന്നത്. അപ്പോൾ നിരവധി വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല നേരത്തെ.
അപ്പോൾ റീവാലുവേഷൻ റിസൾട്ടിന് ശേഷം ഇനി പുതിയതായിട്ട് അപേക്ഷ സമർപ്പിക്കാം. നിലവിൽ കോളേജിലെ അലോട്ട്മെൻറ്റ് കിട്ടി പഠനം തുടരുന്ന ഒരു ഇപ്പം ഇന്നലെ തൊട്ട് ക്ലാസ് തുടങ്ങി, ജൂലൈ മാസം 1 ഇന്നലെ തൊട്ട് ക്ലാസ് തുടങ്ങി. അപ്പോൾ കോളേജിൽ പ്രവേശനം നേടിയ ഒരു വിദ്യാർത്ഥിക്കും അപേക്ഷിക്കാം. ഇനി എന്ത് ചെയ്യാം, കിട്ടിയ സീറ്റ് നഷ്ടമായവർക്ക് യൂണിവേഴ്സിറ്റി ഫീ അടയ്ക്കാത്തത് കാരണം, അല്ലെങ്കിൽ നിശ്ചിത സമയത്തിനകം കോളേജിൽ പ്രവേശനം നേടാത്തത് കാരണം, എന്തെങ്കിലുമൊക്കെ കാരണത്താൽ നിങ്ങൾക്ക് കിട്ടിയ സീറ്റ് നഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്കും അപേക്ഷിക്കാം. അതുപോലെ തന്നെ അപേക്ഷയിൽ തെറ്റ് വന്നതാണ്, നിങ്ങളുടെ അപേക്ഷയിൽ തെറ്റുകൾ കടന്നുകൂടിയത് കാരണം നിങ്ങൾക്ക് ലഭിച്ച സീറ്റ് നഷ്ടമായി പോയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ലഭിച്ച സീറ്റ് നഷ്ടമാകുകയോ അല്ലെങ്കിൽ നിങ്ങളെ അലോട്ട്മെൻറ്റിൽ പരിഗണിക്കപ്പെടാതെ, ഇപ്പം നിങ്ങളുടെ അപേക്ഷ തെറ്റ് കാരണം ഫസ്റ്റ് അലോട്ട്മെൻറ്റ് സെക്കൻഡ് അലോട്ട്മെൻറ്റ് കിട്ടി, ചിലപ്പോൾ കിട്ടിയ സീറ്റ് നഷ്ടമായവരായിരിക്കാം, അല്ലെങ്കിൽ അല്ലെങ്കിൽ ചിലപ്പം അലോട്ട്മെൻറ്റിൽ പരിഗണിച്ചിട്ടുണ്ടാവില്ല, ഫസ്റ്റ് അലോട്ട്മെൻറ്റിലും സെക്കൻഡ് അലോട്ട്മെൻറ്റിലും പരിഗണിച്ചിട്ടുണ്ടാവില്ല. അങ്ങനെയെങ്കിൽ നിങ്ങൾക്കും എന്ത് ചെയ്യാം മക്കളെ, സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് പുതിയ അപേക്ഷ നൽകാം എന്ന് ഓർത്തിരിക്കേണ്ടതാണ്. ആപ്ലിക്കേഷൻ എഡിറ്റിംഗ്, ഓപ്ഷൻ ചേഞ്ചിങ് എല്ലാത്തിനും ഇപ്പോൾ അവസരമുണ്ട്. തീർച്ചയായും ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുക. അപ്പോൾ പുതിയ കാണുന്നതിന് വേണ്ടി വിസ്കൃത ഫോൺ സബ്സ്ക്രൈബ് ഫോർ ദ കരികടൻ. താങ്ക് ഫോർ വാച്ചിങ്.